ഹലോ ഫ്രണ്ട്സ്, വണ്ടി ഫിയറ്റ് പൂണ്ടോ ആണ്. പൂണ്ട 2012 മോഡല്, 1,48,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ഇത് ജനറൽ സർവീസിനാണ് വന്നിരിക്കുന്നത്. വണ്ടി പൊള്ളാച്ചിയിൽ നിന്നാണ്, തമിഴ്നാട് വണ്ടിയാണ്, സർവീസിന് വന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വേറൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ നേരത്തെ EGR മാനിഫോൾഡ് എല്ലാം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മാനിഫോൾഡ് ക്ലീൻ ചെയ്ത് മാനിഫോൾഡ് പുതിയത് മേടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് മാരുതിയുടെ. പക്ഷേങ്കിൽ വണ്ടി ഏകദേശം ഒരു 1000 കിലോമീറ്റർ ഓടുമ്പോഴത്തേക്കും മാനിഫോൾഡിൻ്റെ ജോയിൻറ്റ് രണ്ടായിട്ട് ഇങ്ങനെ പൊട്ടി വന്നിട്ട് അതിൽ കൂടെ എയർ ലീക്ക് ആവണം. ബുസ് എന്ന് പറഞ്ഞിട്ട് എയർ ഫുള്ളായിട്ട് ലീക്ക് ആവുകയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്മോക്ക് ഉണ്ട്. കറക്റ്റ് പ്രഷറിൽ എയർ ഫ്യൂൽ മിക്സിങ് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് എന്തായാലും എല്ലാ വണ്ടിക്കും തള്ളും. അതുപോലെ ഇതിലും ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് തള്ളുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാനിഫോൾഡിൽ എഞ്ചിനിലേക്ക് പോകുന്ന എയർ കംപ്ലീറ്റും ഇൻലെറ്റ് മാനിഫോൾഡ് കൂടെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കണം. മാനിഫോൾഡ് മാറ്റി തന്നെ വേണം എന്തായാലും. ഇനിയിപ്പോൾ ഇനി അതിൽ പാച്ചോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, നമ്മളത് മാറ്റി തന്നെ ആവണം. പക്ഷേങ്കിൽ അതെന്തുകൊണ്ടാണ് അത് പൊട്ടാൻ കാരണം എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കണം. എന്താ പറയുക, പൊട്ടാൻ നമ്മളിപ്പോൾ മാറ്റി കഴിഞ്ഞ് വീണ്ടും അതേ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടാനുള്ള കാരണം കൂടെ നമുക്കതൊന്ന് നോക്കാനുണ്ട്. അപ്പോൾ അതും ചെയ്യാനുണ്ട്. ജനറൽ സർവീസും ഉണ്ട് ഇതിനകത്ത്. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ വണ്ടി എയർ പോകുന്നൊരു സൗണ്ട്, ബുസ് എന്ന് പറഞ്ഞിട്ടൊരു എയർ പോകുന്ന സൗണ്ട് ഹെവി ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പൊട്ടിയ ഭാഗം ഞാൻ കാണിച്ചുതരാം. ഈ സൈഡാണ് ബ്രോക്കൺ ആയിരിക്കുന്നത്, കണ്ടില്ലേ? ഈ സൈഡാണ് കംപ്ലീറ്റ് പൊട്ടിയിട്ട് ആ ഒരു കരിയുടെ അംശം കണ്ടോ, EGRന്ന് വരുന്ന ആ ബ്ലാക്ക് സ്മോക്ക് ഹെവി ആയിട്ട് ഇതായിട്ടുണ്ട്. ഈ സൈഡൊക്കെ കംപ്ലീറ്റ് കണ്ടില്ലേ, രണ്ട് സൈഡ് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അഴിച്ചിട്ട് മാനിഫോൾഡ് അഴിച്ചിട്ട് എന്തുകൊണ്ട് അത് പൊട്ടിയിരിക്കണം എന്നുള്ളത് കംപ്ലൈൻറ്റ് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മൾ എയർ ഫിൽറ്റർ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് അയക്കണം. അതിൻ്റെ ഹോസും കാര്യങ്ങളും ടർബോൻ്റെ ഇൻ്റർകൂളറിൻ്റെ ഹോസൊക്കെ അയച്ചിട്ട് വേണം മാനിഫോൾഡ് അയക്കാനായിട്ട്. അതിന് മുന്നേ ഇതിൻ്റെ സ്വിച്ച് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, കണ്ടില്ലേ? ഫുള്ളായിട്ട് കിടന്ന് ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് നോക്കണം. അതുപോലെ ഓയിലിന് ലീക്ക്, ഈ ഹോസൊന്ന് ചെറിയൊരു ലീക്ക് ഉണ്ട്, അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഏകദേശം സ്വിഫ്റ്റിൻ്റെ സെയിം തന്നെയാണ്. പക്ഷേ ടർബോൻ്റെ നമ്മൾ ഇൻ്റർകൂളർ എന്ന് വരുന്ന പൈപ്പിൻ്റെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ അഴിക്കുന്നതും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എന്തായാലും നമുക്കത് മാനിഫോൾഡ് കംപ്ലീറ്റ് ഇതിനെ അഴിച്ചെടുത്ത് പുറത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് അഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇതുണ്ടോ, ഈ സൈഡാണ് പൊട്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് എയർ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അല്ലേ? രണ്ടായിട്ട് പൊട്ടി പിളർന്നു വന്നിരിക്കുക. എന്താ വെച്ചാൽ ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത് കറക്റ്റ് അറിയില്ല. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ടർബോൻ്റെ ഹോസുകൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്, കൂടുതൽ എയർ പ്രഷർ വരുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ് വരുന്നത്. പക്ഷേ ഇങ്ങനെ പൊട്ടാനും സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ, ഇനിയിപ്പോൾ മെക്കാനിക്കലി എന്തെങ്കിലും ഫോൾട്ടായിട്ടാണോ എന്നുള്ള കാര്യം നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ഇതാണിപ്പോൾ പൊട്ടി നിൽക്കുന്നത്, അല്ലേ? പൂണ്ടോൻ്റെ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് പുതിയത് എടുത്തിട്ടുണ്ട്, അല്ല? അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ക്ലാമ്പ് ഇതിനകത്ത് തന്നെ വരും. അപ്പോൾ അത് നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ EGR കംപ്ലീറ്റ് നമ്മൾ അഴിച്ച അവസ്ഥയ്ക്ക് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അഴുക്ക് വലുതായിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും നമ്മൾ അഴിച്ച അവസ്ഥയ്ക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ച് കയറ്റാം. അതിൻ്റെ പാക്കിംഗ് മേടിച്ചിട്ട് പക്ഷേ മെറ്റൽ പാക്കിങ് കടയിലുണ്ടാവില്ല. അതിൻ്റെ പേസ്റ്റ് ഇട്ടാണ്. പൂണ്ടോൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് നമ്മളിപ്പോൾ മാനിഫോൾഡ് കംപ്ലീറ്റ് മാറുക ചെയ്തത്. നേരത്തെ കംപ്ലയിൻറ്റ് ഇത് പൊട്ടാനായ കാരണം മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് വന്ന കംപ്ലയിൻ്റാണ്. അല്ലാതെ വണ്ടിയിൽ കംപ്ലയിൻറ്റ് കൊണ്ട് മാനിഫോൾഡ് പൊട്ടിയതല്ല. എന്ന് വെച്ചിട്ട് ടർബോന്ന് വരുന്ന ഓവർ എയറോ അങ്ങനെ ഉള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. വേറെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ ബ്ലോക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് അത് കൂടുതലായിട്ടും പൊട്ടുക. അതല്ല ടർബോയിൽ ഓവർ പ്രഷർ വരുമ്പോഴത്തേക്കാണ് അത് കൂടുതൽ പൊട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു കംപ്ലയിൻ്റ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാനിഫോൾഡ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് സെറ്റാക്കിയിട്ട് ഇപ്പോൾ വണ്ടി നോർമൽ കണ്ടീഷനാണ്. അതുപോലെ തന്നെ പുള്ളിങ് ആയാലും ആ ബ്ലാക്ക് സ്മോക്ക് ആയാലും ഹെവി പുള്ളിങ് പക്ക പുള്ളിങ് ആയിട്ട് ബ്ലാക്ക് സ്മോക്ക് കൊണ്ടുതന്നെ. അതുപോലെ തന്നെ ചെറിയ തോതിൽ ബ്ലാക്ക് സ്മോക്ക് വരുന്നുണ്ട്. അത് സൈലൻസറിലുള്ള ബ്ലാക്ക് സ്മോക്കാണ്, അല്ലാതെ ഇപ്പോൾ വരുന്ന സ്മോക്കല്ല. അതിൻ്റെ കാർബൺ ഡെപ്പോസിറ്റ് മറ്റേ
സൈലൻസറിൽ കയറി നിൽക്കുന്നതിൻ്റെ ആ ഒരു പുക മാത്രമേ ഇപ്പോൾ പുറത്ത് തള്ളുന്നുള്ളൂ. അല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള ആ സ്മോക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ട് ഇങ്ങനെ പുറത്ത് നല്ലോണം നമ്മൾ തേർഡ് ഗിയറിലൊക്കെ ഇട്ടിട്ട് ചവിട്ടിയും വിട്ട് കഴിഞ്ഞാൽ ഹെവി ആയിട്ട് ഇങ്ങനെ പുറത്ത് തള്ളിക്കൊണ്ടിരിക്കും. ആ ഒരു കംപ്ലയിൻറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവായിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിങ്ങും അത്യാവശ്യം നല്ലവണ്ണം പുള്ളിങ് തന്നെ ആയിരിക്കും. നമ്മൾ കാല് കൊടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജാർ ഓപ്പൺ ആകുന്നതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് നല്ലവണ്ണം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഉണ്ടായതുകൊണ്ട് ചെറിയൊരു വണ്ടിക്ക് വെയിറ്റ് കൂടുതലുണ്ട്. നമുക്ക് സ്വിഫ്റ്റിൻ്റെ ആ ഒരു പുള്ളിങ് ഇതിനകത്ത് വരില്ല. പക്ഷേങ്കിൽ എന്നാലും ആ ഈ ജാർ ഓപ്പൺ ആകുമ്പോഴുള്ള ഒരു പുള്ളിങ് കറക്റ്റ് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.